ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കിപ്പോൾ അറിയില്ല. കാരണം അധിക പേരുടെ കമൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കരുതും, ഭയങ്കര വിഷമം തോന്നും കേട്ടോ. ഇപ്പോൾ ഈ ഇത്രയും ഇതിൻ്റെ ഒരു ഇടയിലും ഞാൻ ഈ ഒരു സമയം കണ്ടെത്തി ഇത് ചെയ്യുമ്പം നിങ്ങളിൽ നിന്നും വേണ്ട പ്രതികരണം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു ലൈക്ക് തരുമ്പോൾ അത് വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജോഗ്രഫിയാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ടും ഇതിൽ വരുന്നത് ജോഗ്രഫി മാത്രമേ ഉള്ളൂ. ജോഗ്രഫിയിൽ കുറച്ച് പേജസ് ഉള്ളൂ പഠിക്കാനായിട്ട്. പിന്നെ നമ്മളുടെ സൈക്കോളജി തീരാറായി, നാളത്തോട് കൂടിയിട്ട് സൈക്കോളജി തീരും. പിന്നെ ജോഗ്രഫി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ. ഇനി നമുക്ക് നോക്കാം കേരളത്തിൻ്റെ കാലാവസ്ഥ. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖലയാണ് ഉഷ്ണമേഖലയാണ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖലയാണ്. കേരളത്തിൽ 4 തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി വരെ. ശൈത്യകാലമാണ് ഡിസംബർ ടു ഫെബ്രുവരി വരെ. വേനൽക്കാലം മാർച്ച് മെയ്. ഇടവപ്പാതി തെക്കു പടിഞ്ഞാറ് മൺസൂൺ ജൂൺ സെപ്റ്റംബർ. തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്ന ഒക്ടോബർ ടു നവംബർ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. മൺസൂൺ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി മൗസിൻ എന്ന അറബി ഭാഷയിൽ നിന്നാണ്. മൺസൂൺ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി മൗസിം എന്ന ഭാഷയിൽ നിന്നാണ്. മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. മൺസൂൺ എന്ന വാക്കുണ്ടായത്. കേരളത്തിൽ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്ററാണ്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികൻ. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികൻ ആരാണെന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്, ഹിപ്പാലസ് ആണ്. ചെങ്കടലിൽ കൂടിയുള്ള കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാണ് ഹിപ്പാലസ്. ഹിപ്പാലസ് ഇന്ത്യയിൽ എത്തിയ വർഷം AD 45 ആണ്. AD 45 ഹിപ്പാലസ് ഇന്ത്യയിൽ എത്തിയ വർഷം. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്. കുറവും കൂടുതലും നോക്കാം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാലവർഷം ഇടവപ്പാതി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ. ആ ഒരു കാലവർഷത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ ഇടവപ്പാതി കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 200 സെൻറ്റിമീറ്ററാണ്. ഇടവപ്പാതി എന്ന് പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് കേട്ടോ. കാലവർഷം ഇടവപ്പാതി എന്നൊക്കെ പറഞ്ഞാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. കേരളത്തിൽ പെട്ടെന്നുള്ളതും കനത്തതുമായിട്ടുള്ള ഇടിമിന്നലും മേഘസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘങ്ങളാണ് ക്യൂമുലോ നിംബസ് ആണ്. കേരളത്തിൽ പെട്ടെന്നുള്ളതും കനത്തതുമായ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘങ്ങൾ. അറബിക്കടലിലെ ഉയർന്ന താപം മൂലം രൂപപ്പെടുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ വെള്ളത്തിൽ ക്രമരഹിതമായി മഴയ്ക്ക് കാരണമാകുന്നു. അറബിക്കടലിലെ ഉയർന്ന താപം മൂലം രൂപപ്പെടുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾ കേരളത്തിലെ ക്രമരഹിതമായ മഴയ്ക്ക് കാരണമാകുന്നു. കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. മൺസൂണിൻ്റെ മുൻപുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. മൺസൂണിന് മുമ്പുള്ള വേനൽമഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. തുലാവർഷകാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 50 സെൻറ്റിമീറ്ററാണ് തുലാവർഷകാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂരാണ്. കൊല്ലത്ത് പുനലൂരാണ് ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള സ്ഥലം ചോദിച്ചാൽ. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. വേനൽക്കാലത്തിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് പാലക്കാട് ആര്യങ്കാവ് ചുരത്തിലൂടെ കേരളത്തിലേക്ക് വീശുന്നു. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ഇടുക്കിയിലെ ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ലക്കിടിയാണ്. വയനാട്ടിലെ ലക്കിടിയാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി. കറന്റ് ഫാക്ട്: നബാർഡിൻ്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ച സ്ഥലം ചളവറയാണ്. 2021 ഏപ്രിലിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സംസ്ഥാനതല കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാനം
കേരളം. കഴിഞ്ഞ 120 വർഷത്തെ കാലാവസ്ഥാ വ്യതിയാന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം 2021 ചൂട് ശരാശരിയേക്കാൾ 0.40 ഡിഗ്രി കൂടിയതായിട്ട് കണ്ടെത്തി. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി. ഇടുക്കിയിലെ ചിന്നാറാണ് മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്. ഇവിടെ തന്നെയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നദികളാണ്. നോക്കാം. കൃത്യമായ നീർച്ചാലുകളോ ജലത്തിൻ്റെ ഒഴുക്കാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. നീരൊഴുക്കുകളിലെ ഒരു ശൃംഖല നീരൊഴുക്ക് വ്യൂഹമാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടി പ്രദേശം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശമാണ് നീർത്തടം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ നദീതടങ്ങളാണ്. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ നദീതടങ്ങളാണ്. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ വാട്ടർ ഷെഡ് എന്നറിയപ്പെടുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ വാട്ടർ ഷെഡ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിമാലയൻ നദികളാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത്. ഹിമാലയത്തിൻ്റെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന മഹാനദികളാണ് ഹിമാലയൻ നദികൾ. വേനൽക്കാലത്ത് ജലസമൃദ്ധമാണ്. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരം പർവ്വത മേഖല. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഹിമാലയത്തിൻ്റെ നദികൾ പരിണമിച്ചത് മയോസീൻ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ബൃഹത് നദിയിൽ നിന്നുമാണ്. പ്രധാന ഹിമാലയൻ നദീവ്യൂഹങ്ങൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമഭാഗത്തെ നദീ സംവിധാനം സിന്ധു നദീ സംവിധാനമാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയർ. സിന്ധു നദിയുടെ ആകെ നീളം 3180 ആണ്. സിന്ധു നദിയുടെ ഇന്ത്യയുടെ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 709 കിലോമീറ്ററാണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയുടെ പട്ടണം ലേ ആണ് ലഡാക്ക്. സിന്ധു നദി ഇന്ത്യയിലെ ലഡാക്കിൽ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഉത്തരം സിന്ധു ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദീ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനവും സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ആണെങ്കിലും അത് സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി സിന്ധുവാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി സിന്ധുവാണ്. ഇനി അടുത്തത് സപ്തസിന്ധുവാണ്. സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികൾ സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. ഇതാണ് സപ്തസിന്ധു എന്ന് പറയുന്നത്. 7 പുണ്യനദികൾ എന്നറിയപ്പെടുന്നത് സപ്തസിന്ധുവാണ്. സിന്ധുവിൻ്റെ 5 പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം അവ പാകിസ്ഥാനിലെ മീതാൻ കോട്ടിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ ആറ്റോക്കിൽ വെച്ച് നദി പർവ്വതത്തിന് പുറത്തെത്തുന്നു. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചി. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഹമ്മദ് അയ്യൂബ് ഖാൻ, മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദികളിൽ നിന്നാണ് ജലം എടുക്കാൻ അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സത്ലജ്, ബിയാസ്, രവി. സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിൽ നിന്നാണ് ജലത്തിന് അവകാശമുള്ളത്? സിന്ധു, ജലം, ചിനാബ്. സിന്ധു, ജലം, ചിനാബ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് സിന്ധുവാണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും സിന്ധുവാണ്. സിന്ധു നദി നംഗ പർവ്വതത്തിന് സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധുവിന്റെ വലതുകര പോഷക നദികൾ ഖുറം, ടൊച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവയാണ്. സിന്ധുവിന്റെ ഇടതുകര പോഷക നദികളാണ് സുലു, ദ്രാസ്, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. കറാച്ചിക്ക് കിഴക്കായിട്ട് സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. ഇൻഡസ് ഡോൾഫിൻ. ദക്ഷിണേന്ത്യൻ മേഖലയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനിയാണ് ഇൻഡസ് ഡോൾഫിൻ. പഞ്ചാബ് ഗവൺമെന്റ് വേൾഡ് വൈൽഡ് ഫണ്ടും ചേർന്ന് സെൻസസ് എടുത്ത ലോകത്തിലെ അപൂർവ സസ്തനി ഇൻഡസ് ഡോൾഫിനാണ്. സിന്ധു ഡോൾഫിൻ. പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവി ഇൻഡസ് ഡോൾഫിനാണ്. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ടാണ് സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. ബക്ര, ഹിമാചൽ പ്രദേശ്, നങ്കൽ, പഞ്ചാബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. കർച്ചം ബാങ്ടു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്, ഹിമാചൽ പ്രദേശിൽ. ബക്ര ഡാമിന്റെ റിസർവോയറാണ് ഗോവിന്ദ് സാഗർ, ഹിമാചൽ പ്രദേശ്. സത്ലജിന്റെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ. സത്ലജിന്റെ പതനസ്ഥാനം ചിനാബ് നദിയാണ്. ഉത്തരം സത്ലജ്. മാനസ
സരോവറിനടുത്തുള്ള റാക്കോസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ്. ഉത്ഭവസ്ഥാനത്ത് ലങ്ചൻ ഗംഭാബ എന്ന് വിളിക്കപ്പെടുന്നു. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയുടെ ഒഴുക്ക് ഏറ്റവും നീളം കൂടിയ നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദിയിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് ഒഴുകുന്ന നദിയാണ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഇന്ദിരാഗാന്ധി കനാൽ, സിർഹിന്ദ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ്. ചലം നദിയെക്കുറിച്ച് നോക്കാം. പീർപഞ്ചൽ മലനിരകളുടെ താഴ്വരയിൽ ഉള്ള വെരിനാഗ് നീരുറവയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ചലം നദിയാണ്. ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി കിഷൻ ഗംഗയാണ്. ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഉത്തരം ചലമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചലമാണ്. കാശ്മീർ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചലമാണ്. ജമ്മു കാശ്മീരിൻ്റെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം. മഹാനായ അലക്സാറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചലം ആണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചലമാണ്. അപ്പോൾ മഹാനായ അലക്സാറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ ഹെഡാസ്പസ് യുദ്ധം നടന്ന നദീതീരം ചോദിച്ചാലും ചലം തന്നെയാണ്. ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നായിരുന്നു. ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് 1958. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനുള്ള നദിയാണ് സത്ലജ്. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം നൽകുന്ന ബാരേജാണ് ഹരികെ ബാരേജ്. ചിനാബ് നോക്കാം. ചിനാബ് നദിയുടെ ഉത്ഭവം സസ്കർ നിരയിലെ ലാഹുൽ സ്പിതിയിലെ ഭാരാലാച്ചില ചുരത്തിനടുത്താണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ഗിഹാർ ഡാമാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം എന്ന് പറയുന്നത് ബഗ്ഗിഹാർ ഡാമാണ്, ജമ്മു കാശ്മീർ. കിരു ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന നദി ചിനാബാണ്. 2021 മാർച്ചിൽ ആദ്യ ചെനാബ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് തോഡ ജില്ല, ജമ്മു കാശ്മീർ. ഉത്തരം ചിനാബായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ചാന്ദ്രാഭാഗ എന്നീ ഉറവകൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ്. ചന്ദ്രാഭാഗ എന്നീ അരുവികൾ ഹിമാചൽ പ്രദേശിലെ ഷില്ലോങ്ങിനടുത്ത് താന്തിയോയിൽ സംഗമിച്ച് രൂപം കൊള്ളുന്ന നദിയാണ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ്, സലാൽ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. റാറ്റിൻ ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിലിരിക്കുന്ന നദിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദിയാണ്. ഇനി അടുത്തതായിട്ട് ബിയാസ് ആണ്. ബിയാസിന്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നുമാണ്. ബിയാസിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് റോഹ്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നുമാണ്. ഉത്തരം ബിയാസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിയാസ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ തന്നെയാണ് ബിയാസ് ഒഴുകുന്നത്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ചോദിച്ചാലും ബിയാസ് ആണ്. ബിയാസ് ചെറിയ കുട്ടിയാണ് കേട്ടോ. ബിയാസ് ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഇനി വേദങ്ങളിൽ ആർച്ചി കുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബിയാസ്. കാംഗ്ര, കുളു, മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. കാംഗ്ര, കുളു, മണാലി തുടങ്ങിയ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ്. അപ്പം ബിയാസിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രവി നദിയെ കുറിച്ചിട്ടാണ്. രവി നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് സമീപം കുളു മലയിൽ ഉത്ഭവിച്ച് ചമ്പ നദി താഴ്വരയിലൂടെ ഒഴുകുന്നു. രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ലാഹോറാണ്. രവിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ഏതാണ്? അത് ലാഹോറാണ്. ഈ രവി നദി നമ്മുടെ ഹാരപ്പയിലൂടെ ഒഴുകിയിരുന്നത് രവി നദിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം. ഉത്തരം രവിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രവിയാണ്. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്ന നദി രവിയാണ്. നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ്. ഷാംപൂർ കോണ്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി രവിയാണ്. ഇനി അടുത്തത് ഉജ്ജ വിവിധോദ്ദേശ പദ്ധതി നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ഉജ്ജ ഏത് നദിയുടെ പോഷക നദിയാണ്? രവി നദിയുടെ. സിന്ധു നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ തൂക്കുപാലം മൈത്രി പാലമാണ്. പ്രാചീന നാമങ്ങളും ഗ്രീക്ക് നാമങ്ങളും. ജലം വിദാസ്ത ഹെഡാസ്പസ്, ചിനാബ്, അസ്കിനി, എസസൈൻസ്. രവി ഭരുഷ്ണി, ഐരാവതി, ഹൈഡ്രോട്ടിസ്. ഇനി ബിയാസ്, വിപാസ, ഹൈഫസിസ്. ബിയാസ്, വിപാസ, ഹൈഫസിസ്. സത്ലജ്, ശതദ്രു, ഹേസിഡ്രോസ്. ഇനി ഗംഗയെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിന് പ്രസിദ്ധമായ ഖായ്മുഖ് ഗുഹയിൽ നിന്നാണ്, ഉത്തരാഖണ്ഡിൽ നിന്നും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഭാരതത്തിലെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഗംഗ. ഗംഗയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-ലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. 25 കിലോമീറ്റർ ആണ് അല്ലേ. 2500 എന്നും
ചില രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പുണ്യനദിയാണ് ഗംഗ. ഇന്ത്യയുടെ പുണ്യനദി ഗംഗയാണ്. ഋഗ്വേദത്തിൽ പുണ്യനദി എന്ന് വിശേഷിപ്പിക്കുന്നത് സരസ്വതിയെയാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗാമുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. ഭഗീരഥിയെയും അളകനന്ദിയെയും സംഗമിച്ച ശേഷം ഇവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ദേവപ്രയാഗ് ഭഗീരഥിയെയും അളകനന്ദയെയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് കേട്ടോ ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ഇനി ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 നദികളാണ് ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാർ എന്നിവ. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ, കീർത്തിനാശിനി. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഗംഗയാണ്. ഗംഗയുടെ പ്രധാന പോഷക നദികൾ യമുന, അളകനന്ദ, കോസി, സോണ്, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗണ്ഡകി, മഹാനന്ദ എന്നിവയാണ്. ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോണ്, യമുന, ദാമോദർ. ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗംഗയും യമുനയും കൂടിച്ചേർന്ന് എവിടെ വെച്ച്? അലഹബാദിൽ വെച്ചിട്ടാണ്. പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചിട്ടാണ്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കൈവഴിയാണ് ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ജമുനയുമായി കൂടിച്ചേരുന്നതുവരെ ബംഗ്ലാദേശിൽ ഗംഗ പത്മ നദിയായി ഒഴുകുന്നു. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെട്ടത്. ഗംഗാ സംഗമം ഭഗീരഥി, അളകനന്ദ, ദേവപ്രയാഗ് എന്ന പേരിലാണ് ആകുന്നത്. ഭഗീരഥിയും അളകനന്ദയും കൂടി ചേർന്നിട്ട് ദേവപ്രയാഗില് ഗംഗ, യമുന, സരസ്വതി കൂടിച്ചേരുന്നത് പ്രയാഗ്, ത്രിവേണി സംഗമം. ഗംഗയും യമുനയും സരസ്വതിയും കൂടിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രയാഗാണ്. അളകനന്ദ, മന്ദാകിനി, രുദ്രപ്രയാഗ്. അളകനന്ദയും മന്ദാകിനിയും രുദ്രപ്രയാഗിലാണ്. അളകനന്ദയും പിണ്ടാറും കർണപ്രയാഗിൽ വെച്ചിട്ടാണ് അളകനന്ദയും പിണ്ടാറും കൂടിച്ചേരുന്നത്. അളകനന്ദയും ധൗളി ഗംഗയും സംഗമിക്കുന്നത് വിഷ്ണുപ്രയാഗിലാണ്. ഇനി യമുനയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുനയുടെ ഉത്ഭവസ്ഥാനം ബന്ദേർബഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്, ഉത്തരാഖണ്ഡിലെ. യമുനയുടെ നീളം 1376 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദിയാണ് യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തെ ഗംഗയുടെ പോഷക നദിയാണ് യമുന. യമുനയുടെ പോഷക നദികൾ ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുകയും യമുനയുടെ വലതുകൈയിൽ ചേരുന്ന നദികളാണ് സിന്ധ്, ബേത്വ, കെന്ന്, ചമ്പൽ. യമുനയുടെ ഇടതുകരയുമായി ചേരുന്ന പോഷക നദികളാണ് ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ. ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ തൂക്കുപാലത്തിൽ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. 8 വരി പാലമാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ്. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നദി യമുനയാണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തതായിട്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതെന്നാണ്? അത് യമുനയാണ് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ചോദിച്ചാൽ അത് യമുനയാണ്. പെരിയാർ, അതുപോലെ തന്നെ കാവേരി, മഹാനദി ഒക്കെ ഉപദ്വീപീയ നദികളാണ്. ഗംഗയുടെ മറ്റു പോഷക നദികൾ. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എനിക്ക് വളരെ നന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതിയായിരുന്നു ഈ ഭാഗത്തുനിന്ന്. നോക്കാം. ഗംഗയുടെ മറ്റു പോഷക നദികൾ. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഘാഗ്രയാണ്. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഘാഗ്രയാണ്. നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരണം അല്ലേ. ഇനി അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതിയാണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനി. ബദരിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദയാണ്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം സരയുവാണ്. 7 നദികൾ ഉൾക്കൊള്ളുന്ന കോസി നദി അറിയപ്പെടുന്ന പേര് സപ്തകോശി എന്നാണ്. 7 നദികൾ ഉൾക്കൊള്ളുന്ന കോസി നദി അറിയപ്പെടുന്ന പേര് സപ്തകോശി. ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസിയാണ്. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി കോസിയാണ്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി പദ്ധതിയാണ് ഗ്യാൻഡക് പദ്ധതി. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദറാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നസ് വാലി അതോറിറ്റിയിൽ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ നദിയുടെ പദ്ധതി നിലവിൽ വന്ന വർഷം 1948
ജൂലൈ 7. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ട് തിലയ്യ അണക്കെട്ടാണ്. ദാമോദർ നദിയുടെ പോഷക നദിയായ ബാരാഖാർ നദിയിലാണ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ടോൺസ്. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെട്ടിരുന്ന നദി ഗണ്ഡകിയാണ്. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം, ബീഹാർ. ഫറാക്ക ബാരേജിന് സമീപം ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഭഗീരഥി, ഹൂഗ്ലി, പത്മ. പത്മ എന്നത് ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ്. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഗംഗാ നദിയിലെ ജലം ഭഗീരഥി, ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കിവിടാനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചത്. 1853 ആർത്തർ കോട്ടൺ ആണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ് പത്മ. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ദാമോദറാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം ഹൂഗ്ലിയാണ്. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഉദാഹരണം ഹൂഗ്ലിയാണ്. ഹിമാലയൻ നദികളുടെ ഉപദ്വീപീയ പോഷക നദികൾ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് യമുനയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെന്ന്, സിന്ധ്. ചമ്പൽ, ബേത്വ, കെന്ന്, സിന്ധ് എന്നിവ യമുനയുമായി ചേർന്ന ശേഷം ഗംഗയിൽ പതിക്കുന്നു. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോണാണ്. പാടാലിപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? സോണിലാണ്. ചമ്പൽ നദി ഒഴുകുന്ന നിഷ്ഫല ഭൂപ്രകൃതിയാണ് ചമ്പൽ റവൈൻ. ബംഗ്ലാദേശിൽ ഗംഗ പത്മ നദിയായി ഒഴുകുന്നത് ജമുനയുമായി കൂടിച്ചേരുന്നത് വരെയാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പത്മ, ഗംഗ, ജമുന, ബ്രഹ്മപുത്ര എന്നീ നദികൾ ബംഗ്ലാദേശിലെ ചാന്ദ്പൂരിൽ വെച്ച് കൂട്ടിമുട്ടിയ ശേഷം മേഘ്ന എന്ന പേരിൽ തുടർന്നൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിൽ വെച്ചിട്ടാണ്. ഗംഗ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗംഗാസാഗർ ദ്വീപ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമം, അലഹബാദ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്. ഗംഗ ഖായക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഉത്തരാഖണ്ഡ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശം അലഹബാദ്. മഹാകുംഭമേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കൽ. ഗംഗാ നദിയിൽ ജീവൽ സമ്പത്ത് കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു നദീജല സെൻസസിന് തുടക്കം കുറിച്ച സൊസൈറ്റിയാണ് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഗംഗാ ഡോൾഫിൻ നോക്കാം. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിച്ച വന്യജീവി സങ്കേതം വിക്രമശില ഗംഗസ്റ്റിക് ഡോൾഫിൻ സാങ്ച്വറി, ബീഹാറാണ്. കുട്ടികളിൽ ഗംഗാ നദിയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളർത്താൻ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ സംഘടിപ്പിച്ച ബോധവൽക്കരണ മേളയാണ് ബാൽ ഗംഗ മേള. വേദി നോയിഡയാണ്. ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മഹാകുംഭമേള അവസാനമായി നടന്നത് 2013 ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കും രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് സരസ്വതി നദി. ഹിമാലയൻ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി ഈ നദി അപ്രത്യക്ഷമായി ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്നാണ്. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികൾ സത്ലജ്, യമുന, ദൃശാവതി. പുരാണകഥകളിൽ പരാമർശിക്കുന്ന സരസ്വതി നദി യഥാർത്ഥമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി അധ്യക്ഷൻ KS വാൾഡിയാണ്. ഇനി കറന്റ് ഫാക്ട് നോക്കാം. സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഹരിയാനയും ഹിമാചൽ പ്രദേശുമാണ്. ഹരിയാന, ഹിമാചൽ പ്രദേശ്. സരസ്വതിക്ക് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശും ഹരിയാനയുമാണ് കേട്ടോ. നദിയെ പുനരുജ്ജീവിപ്പിക്കാനായി വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിക്കുന്ന അണക്കെട്ടാണ് ആദി ബദ്രി അണക്കെട്ട്. നദീജല കരാർ, സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഗംഗാ നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. മഹാകാളി നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ്. കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ. കോസി റിവർ ബാരേജ് ഇന്ത്യ, നേപ്പാളാണ്. ഗാണ്ടക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ്. ഗാണ്ടക് നേപ്പാളുമാണ്. ഇനി ബ്രഹ്മപുത്രയെക്കുറിച്ച് നോക്കാം. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമയുങ്തും ഹിമാനിയാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര നദിയുടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്റർ ആണ്. ഇനി 725 കിലോമീറ്റർ എന്നും ഔദ്യോഗികമായ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നദിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. 3 പ്രധാന ഹിമാലയൻ നദികളിൽ പുല്ലിംഗ നാമധേയം ഉള്ള നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ്. ആസാമിലെ ജീവരേഖ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്, സാദിയ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി മജൂലി സ്ഥിതി ചെയ്യുന്നു. അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ കാമൻ, ധൻസിരി, തീസ്റ്റ, ലോഹിത്, ദിബാങ്, മനാസ്, സുബൻസിരി, സങ്കോഷ്, ദിഹിന്ദ്, ചമ്പാവതി, സദൻ, ബംഗ, ബറേലി.
ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. അരുണാചൽ പ്രദേശിലെ മിഷ്മി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ദിബാങ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ധോള സാദിയ പാലം, ഭൂപൻ ഹസാരിക പാലം. ബ്രഹ്മപുത്ര നദി പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെ ഇന്ത്യയിൽ നദിക്ക് കുറുകെ ഉള്ള രണ്ടാമത്തെ വലിയ പാലമാണ് ദിബാങ് നദീപാലം. പല പേരുകളിലാണ് ടിബറ്റ് ബ്രഹ്മപുത്ര പേരിൽ സാങ്പോ. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്രയുടെ ഉപരിപാതയുടെ ടിബറ്റൻ നാമം യർലാംബ് സാംപോ എന്നാണ്. ഇനി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് സിയാങ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ജോഗ്രഫിയിൽ നിന്നും ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് സൈക്കോളജിയിലെ നമ്മളുടെ വിദ്യാഭ്യാസ ഏജൻസികളാണ് കേട്ടോ. വിദ്യാഭ്യാസ ഏജൻസികൾ നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ 3 രൂപങ്ങളാണ് ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം എന്നിവ. ഇനി നിയമിതമായ ലക്ഷ്യങ്ങളുടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസം. അപ്പം ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ. അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ ഒരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം. അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ ഓപ്പൺ സ്കൂൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടന്റ് കോഴ്സ്, തുടർ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം. ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേരിടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. യാദൃശ്ചിക വിദ്യാഭ്യാസത്തിന്റെ ഫലം പ്രവചനാതീതമാണ്. പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. ബോധപൂർവമായിട്ടുള്ള പ്രയത്നമില്ലാതെ യാദൃശ്ചികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. ആജീവനാന്ത പ്രക്രിയയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. യാദൃശ്ചിക വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം, സമൂഹം, സമവയസ്ക സംഘം, പ്രവർത്തന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സ്കൂൾ, സിനിമ തുടങ്ങിയവ. ഈ വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം, പിയർ ഗ്രൂപ്പ്, വിദ്യാലയം, സമുദായം, ഭരണകൂടം. കുടുംബം നോക്കാം. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക സംഘമാണ് കുടുംബം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഏജൻസിയായി കരുതുന്നത് കുടുംബമാണ്. ഫാമിലി എന്ന പദം രൂപം കൊണ്ടത് ഭൃത്യൻ എന്നർത്ഥം വരുന്ന ഫാമുലസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ്. ഭൃത്യൻ എന്നർത്ഥം വരുന്ന ഫാമുലസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ്. കുടുംബത്തിന്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ സമൂഹവൽക്കരണം, സംസ്കൃതീകരണം, സ്വഭാവ രൂപവൽക്കരണം, വ്യക്തിത്വ വികസനം, സന്മാർഗികവും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം, ആദ്യകാല വിദ്യാഭ്യാസത്തിന്റെ ഏജൻസി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക. പിയർ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഒരേ പ്രായപരിധിയിലും സമൂഹ പദവിയിലും ഉൾപ്പെടുന്ന കുട്ടികളിൽ അടങ്ങിയ ചെറു സംഘമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യത്തെ സാമൂഹിക സംഘമാണ് പിയർ ഗ്രൂപ്പ്. വിവിധ തരം പിയർ ഗ്രൂപ്പുകൾ: കളിക്കൂട്ടങ്ങൾ, ഗ്യാങ്ങുകൾ, ക്ലിക്കുകൾ. കളിക്കൂട്ടങ്ങൾ കുട്ടികളുടെ സമൂഹവൽക്കരണത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ്. കളിക്കൂട്ടങ്ങൾ സംഘജീവിതത്തിലൂടെ അംഗങ്ങൾ അഹംബോധത്തിൽ നിന്നും മോചനം നേടി തുടങ്ങുന്നു. ഗ്യാങ് കൗമാരകാലം മുതൽ യൗവനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഗ്യാങ്ങുകൾ. കളിക്കൂട്ടത്തിൽ നിന്നും ഗ്യാങ്ങുകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ക്ലിക്ക് 3-4 അംഗങ്ങളുടെ ചെറു സംഘങ്ങളാണ് ക്ലിക്കുകൾ. ഇനി വിദ്യാലയമാണ്. വളരുന്ന തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക ഏജൻസിയാണ് വിദ്യാലയം. കുട്ടികൾക്ക് അറിവ് നേടാനും വളരെ പ്രധാന സ്രോതസ്സാണ് വിദ്യാലയം. സത്യത്തെ അസത്യത്തിൽ നിന്നും വസ്തുതകളെ പ്രചരണത്തിൽ നിന്നും വേർതിരിക്കുവാനും അറിവുകളെ ജീവിത സന്ദർഭങ്ങളുമായി പ്രയോഗിക്കുവാനുള്ള കഴിവ് കുട്ടി നേടുന്നത് വിദ്യാലയത്തിൽ നിന്നാണ്. വിദ്യാലയത്തിന്റെ ധർമ്മങ്ങൾ: അറിവ് പകരുക, വ്യക്തിയെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക, സമഗ്രവും ഒത്തിണക്കവുമുള്ള വ്യക്തിത്വം വികസിപ്പിക്കുക, ഭൗതികവും സാമൂഹികവുമായ പരിസ്ഥിതിയുമായി ഇണക്കി ചേർക്കുക, പ്രഗത്ഭരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പറ്റിയ വിദ്യാഭ്യാസം സംവിധാനം ചെയ്യുക, തൊഴിൽ പരിശീലനം നൽകുകയും ഉൽപാദനക്ഷമത പരിപോഷിപ്പിക്കുകയും ചെയ്യുക, സമൂഹത്തിലെ അംഗങ്ങൾക്ക് വ്യക്തിപരവും കൂട്ടായി ഉള്ളതുമായിട്ടുള്ള ക്ഷേമവും ആനന്ദവും വളർത്താൻ പരിശ്രമിക്കുക, പഠിതാക്കളിൽ അന്വേഷണ ബുദ്ധിയും പരീക്ഷണ കൗതുകവും വളർത്തുക, പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുക. സമുദായം: ഏറ്റവും വലിയ അനൗപചാരിക സാമൂഹിക സംഘമാണ് സമുദായം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടുനടപ്പുകളും ആചാരങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടത്തെയാണ്, ജനങ്ങളെയാണ് സമുദായം എന്ന് പറയുന്നത്. സമുദായത്തിന്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ: സമുദായം ശിശുവിനെ സമൂഹവൽക്കരിക്കുന്നു. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിവിധ തരത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. ഉദ്ദേശങ്ങൾക്കും പാഠ്യപദ്ധതിക്കും മറ്റും രൂപം നൽകി സമുദായം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു. ഓരോ പ്രദേശത്തെയും വ്യത്യസ്ത വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിലെ പഠിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം നിർദ്ദേശിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഭരണകൂടം: ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം എന്ന് പറയുന്നത്. ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ ധർമ്മങ്ങൾ: വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക, വിദ്യാഭ്യാസത്തിന്റെ ചെലവ് വഹിക്കുക, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നിർദ്ദേശിക്കുക, നിയന്ത്രണവും മാർഗദർശനവും, അധ്യാപകരുടെ ലഭ്യതയും നിയമനവും ഉറപ്പുവരുത്തുക, ഗുണനിലവാരം പാലിക്കുക, പൗരത്വ പരിശീലനം, വിദ്യാഭ്യാസ ഗവേഷണം സംഘടിപ്പിക്കുക.
കണ്ടെത്തുക. ഇനി അതിൽ നിന്നും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം. സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. ആണോ? പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരികം. അപ്പോൾ ഔപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് പോലീസും കോടതിയും ജയിലും എന്നിവയിൽ നിന്നുമൊക്കെയാണ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. അത് കറക്റ്റ് അല്ല അല്ലേ. അത് അനൗപചാരിക സാമൂഹിക നിയന്ത്രണമാണ് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇനി നിയമം, വിദ്യാഭ്യാസം, ഫലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ പ്രധാന മാർഗ്ഗങ്ങൾ. അത് കറക്റ്റ് അല്ല. നിയമം, വിദ്യാഭ്യാസം, ഫലപ്രയോഗം എന്നിവയാണ് ഔപചാരികമായിട്ടുള്ളതാണെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു അല്ലേ. ഇനി അടുത്തത് ഔപചാരിക സാമൂഹിക നിയന്ത്രണത്തിന്റെ ലംഘനം ശിക്ഷാർഹമാണ്. അത് കറക്റ്റാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ നോക്കാം. CABE കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതിയാണ്. NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. RIE ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. NIEPA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. NAAC എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCTE. NCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. CMAT കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് ആണ്. സീറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. കൈറ്റ് നമുക്കറിയാം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. ഡയറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആണ്. BRC ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ആണ്. CRC ക്ലസ്റ്റർ റിസർച്ച് സെന്റർ ആണ്. IASA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ. CTE കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. CAB അടുത്തത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസപരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് CAB ആണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസപരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് CAB. കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി നിലവിൽ വന്ന വർഷം 1920-ലാണ്. 1923 ഇത് പിരിച്ചുവിടുകയും 1935 വീണ്ടും നിലവിൽ വരികയും ചെയ്തു. CAB നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. CAB വീണ്ടും നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഹട്ടോങ് കമ്മിറ്റിയാണ് 1929. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാറ്റങ്ങൾ വരുത്തുന്നതിനായി CABിന്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1991. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CAB കമ്മിറ്റി. CABിലെ അംഗങ്ങൾ ലോകസഭ, രാജ്യസഭ, കേന്ദ്ര, സംസ്ഥാന, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ. NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT സ്ഥാപിതമായ വർഷം 1961 ആണ്. 1961 NCERT സ്ഥാപിതമായിട്ടുള്ളത്. NCERTയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCERTയുടെ ചുമതലകൾ ദേശീയ തലത്തിൽ CBSE സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കൽ, സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തൽ, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കൽ, പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കൽ, പ്രീ സർവീസ്, ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വികാസം. NCERTയുടെ പ്രസിദ്ധീകരണങ്ങൾ ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് NCERT. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനം ഏതാണ്? SCERT ആണ്. SCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SCERT. 1994. RIE ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. NCERTയുടെ മേഖല തിരിച്ചുള്ള യൂണിവേഴ്സിറ്റികളാണ് RIEകൾ. പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ RIEകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള 5 RIEകളാണ്. RIE അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഷില്ലോങ്, മൈസൂർ. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ എന്നീ RIEയോട് അനുബന്ധിച്ചിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂൾ DMS ആണ്. ഇനി UGC ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവൽക്കരണത്തിന് കാരണമായിട്ടുള്ള കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC നിലവിൽ വന്ന വർഷം 1953. 1953 UGC നിലവിൽ വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28-നാണ്. 1953 ഡിസംബർ 28-നാണ്. എന്നാൽ പാർലമെന്റ് UGC ആക്ട് പാസ്സാക്കിയത് 1956-ലാണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28-ലാണ്. എന്നാൽ അത് പാസ്സാക്കിയത് 1956-ലാണ്. UGC ഉദ്ഘാടനം ചെയ്തത്
ചെയ്യുന്നത് അബ്ദുൽ കലാം ആസാദാണ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. UGCയുടെ ആപ്തവാക്യം ജ്ഞാൻ വിഖ്യാൻ വിമുക്തയെ അറിവാണ് മോചനം. UGC AICTE എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് ഹീര, ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. നൂതനമായ പഠനബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രൈഔട്ട് നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് DMS. NIEPA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് NIEPA. NIEPA കൽപ്പിത സർവകലാശാല പദവി നൽകിയത് 2006 നിയോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിനാണ്. വിദൂര വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. നിയോസ് നിലവിൽ വന്നത് 1989. CBSEക്കും ICSEക്കും തുല്യമായിട്ടുള്ള സെക്കൻഡറി സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്നത് നിയോസ് ആണ്. NAAC നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിലാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുവാനും അംഗീകാരം നൽകുവാനും UGC 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAAC. NAACന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. അടുത്തത് NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത് 1995. NCTEയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCTEയുടെ വിഭാവന ചെയ്യുന്നത് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യുവാനുമുള്ള അവകാശവുമാണ്. SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിംഗ് ആണ്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SCERT. സ്ഥാപിതമായത് 1994 1994 സ്ഥാപിതമായിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ചെയർമാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. SCERT ഉൾപ്പെടുന്ന 6 വിഭാഗങ്ങൾ പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും, അധ്യാപക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഗവേഷണം, ഡോക്യുമെന്റേഷൻ. SCERTയുടെ പ്രധാന ചുമതല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക. മറ്റു ചുമതലകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുതകുന്ന കോർ SRG, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് തുടങ്ങിയവ സംഘടിപ്പിക്കുക. പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുക. വിവിധ പരീക്ഷകളുടെ SSLC, KTET, LSS, USS, ETC etc. സിലബസ് തയ്യാറാക്കുക. വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക. നൂതന പഠന തന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈഔട്ട് നടത്തുക. പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക. CMAT കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ആണ്. CMAT സ്ഥാപിതമായത് 2005 ജൂലൈ 21 CMAT സ്ഥാപിതമായിട്ടുള്ളത് 2005 ജൂലൈ 21. പ്രധാന ലക്ഷ്യം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ്. മറ്റു പ്രവർത്തനങ്ങൾ പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, സ്കൂൾ മാനേജ്മെന്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രിൻസിപ്പൽ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാനേജ്മെന്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇനി വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെന്റ് പരിശീലനം നടത്തുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റിവ്യൂ പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക. വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഗവേഷണ പഠനങ്ങൾ നടത്തുക. പുസ്തകങ്ങൾ, ജേണലുകൾ, ഹാൻഡ് ഔട്ടുകൾ, ആസൂത്രണ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം. സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ. വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡാറ്റ ഹബ്ബ് തയ്യാറാക്കൽ. വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം CMAT ആണ്. വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? CMAT ആണ്. അടുത്തത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സീറ്റ് എന്ന് പറയുന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 1998-99. ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വൈസ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ്. ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് സീറ്റിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സീറ്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലും. മറ്റു പ്രവർത്തനങ്ങൾ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക. കുട്ടികളുടെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം കൈമാറൽ, പരിശീലനം നൽകൽ, ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, കുട്ടികളുടെ സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ, പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യലും സൗകര്യമൊരുക്കൽ, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കൽ, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, സാമഗ്രികൾ തയ്യാറാക്കൽ, ഈസി എൻട്രൻസ് പ്രോഗ്രാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിവയാണ്. അടുത്തത് കൈറ്റ് ആണ്. കേരള
ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. കൈറ്റിന്റെ ലോഗോ കണ്ടില്ലേ, ലോഗോയാണ് കേട്ടോ. ഇനി 2001 മുതൽ ഉണ്ടായിരുന്ന IT at സ്കൂൾ എന്ന പ്രോജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റ് ആക്കി ഉയർത്തിയത്. അപ്പോൾ IT at സ്കൂളാണ് കൈറ്റ് ആയിട്ട് ഉയർത്തിയത് 2017 കേട്ടോ. ഇനി ICTയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഉപദേഷ്ടാക റോളിലോ കൺസൾട്ടന്റ് ആയിട്ടോ കൈറ്റ് പ്രവർത്തിക്കുന്നു. കൈറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങൾ സമേതം കേരള സ്കൂൾ ഡാറ്റാ ബാങ്ക്, കൂള്, ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനം, ഹൈടെക് സ്കൂള്, വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു. എജുസാറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. സമഗ്ര അക്കാദമിക് റിസോഴ്സ് പോർട്ടൽ, സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെന്റ് സൊല്യൂഷൻ 2010 ആരംഭിച്ചു. സ്കൂൾ വിക്കി, ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ലിറ്റിൽ കൈറ്റ്സ്, സ്കൂൾ തല IT ക്ലബ്ബുകൾ പദ്ധതി 2018 ജനുവരി 22 ആരംഭിച്ചു. SCRTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കൽ. അടുത്തത് ഡയറ്റ് ആണ്. ഡയറ്റിൽ പഠിച്ച ആരൊക്കെയുണ്ട് ഒന്ന് അറിയണേ. ഇപ്പോൾ ഡയറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് നോക്കാം. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി റവന്യൂ ജില്ലാടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിച്ച വർഷം 1989. 3 ഘട്ടങ്ങളിലായി 1992 14 ജില്ലകളിലും ഡയറ്റുകൾ സ്ഥാപിച്ചു. ഡയറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എലിമെന്ററി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വികസിപ്പിക്കുക. പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളിലായി 7 ഫാക്കൽറ്റികളാണ് ഡയറ്റിൽ ഉള്ളത്. ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികൾ: പ്ലാനിംഗ് മാനേജ്മെന്റ് PM, പ്ലാനിംഗ് മാനേജ്മെന്റ്, ഇൻ സർവീസ് ഫീൽഡ് ഇന്ററാക്ഷൻ ഇന്നൊവേഷൻ ആൻഡ് കോഓർഡിനേഷൻ IFIC, പിന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി ET, കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ CMDE, വർക്ക് എക്സ്പീരിയൻസ് WE ആണ്. ഡിസ്ട്രിക്ട് റിസോഴ്സ് യൂണിറ്റ് DRU, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ PSTE. ഇനി 7 ഫാക്കൽറ്റികളിൽ PSTE ഫാക്കൽറ്റി പ്രീ സർവീസ് വിഭാഗത്തിലും മറ്റെല്ലാ ഫാക്കൽറ്റികളും ഇൻ സർവീസ് വിഭാഗത്തിലും പ്രവർത്തിക്കുന്നു. ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾ 2 വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നു. ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികൾ ഉണ്ടാകും. പ്രീ സർവീസ് 8 മറ്റു ഫാക്കൽറ്റിയിൽ 2 വീതവും ഫാക്കൽറ്റികളുണ്ട്. ഇനി ഡയറ്റിന്റെ മറ്റു ചുമതലകളാണ്: സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല, സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഭാഗമായി BRCയുടെ അക്കാദമിക ചുമതല, ജില്ലാതല റിസർച്ച് ഗ്രൂപ്പ് സജ്ജമാക്കൽ, പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം, പ്രഥമാധ്യാപക പരിശീലന റിവ്യൂ മീറ്റിംഗുകൾ എന്നിവയുടെ അക്കാദമിക ചുമതല. ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ റിവ്യൂ യോഗങ്ങളുടെ അക്കാദമിക ചുമതല. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ജില്ലാതല അക്കാദമിക മോണിറ്ററിംഗ്. ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം നൽകൽ. വിദ്യാഭ്യാസ വകുപ്പിന്റെയും SSKയുടെയും ഡയറ്റുകളുടെയും പദ്ധതി രൂപീകരണം. CERT, CMAT, കൈറ്റ്, പരീക്ഷാ ഭവൻ, DPA എന്നിവർ ആവശ്യപ്പെടുന്ന മുറക്ക് ഫാക്കൽറ്റിയുടെ സേവനം ലഭ്യമാക്കൽ. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. തുല്യതാ പരിപാടി, പെൺകുട്ടികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തിന്റെ ഇടപെടൽ. ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള പഠന സാമഗ്രികളുടെ നിർമ്മാണം, വിനിമയം. പ്രാഥമിക അധ്യാപകർക്കും പ്രഥമാധ്യാപകർക്കും മറ്റ് അധ്യാപകർക്കുമുള്ള സഹായ സാമഗ്രികളുടെ നിർമ്മാണ വിനിമയം. ക്ലാസ്സിൽ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രൈ ഔട്ടുകൾ. പഠന പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക. പ്രഥമാധ്യാപകർക്കുള്ള മാനേജ്മെന്റ് പരിശീലനം, അക്കാദമികവും ഭരണപരവുമായിട്ടുള്ള പരിശീലനം എന്നിവ നൽകുക. ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക. BRC ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ആണ്. SSA പ്രോജക്റ്റിന്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുക. MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഡാറ്റ ശേഖരിക്കൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതാത് കാലത്ത് നടത്തുന്ന പരിപാടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകൽ. ഡയറ്റിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകുക. BRCയുടെ അക്കാദമിക് കോഓർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡയറ്റ് ഫാക്കൽറ്റിയാണ്. CRC ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ ആണ്. കേരളത്തിൽ പഞ്ചായത്ത് തലത്തിലാണ് ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ക്ലസ്റ്ററുകളുടെ ചുമതല BRCയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക. CRC ക്ലസ്റ്റർ കോഓർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. CRCയുടെ ചുമതലകൾ: BRC നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുക. സ്കൂളുകൾ തത്സമയ പിന്തുണ നൽകുക. IASE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ കേരളത്തിലെ നിലവിലുള്ള ഏക IASE പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലാണ്. അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് IASE സമഗ്ര സംഭാവനകൾ നൽകുന്നത്. IASEയുടെ പ്രധാന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും: സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് IASE. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളാണ് IASE.
ഇതുകൂടാതെ എം.എഡ്, എം.ഫിൽ, പി.എച്ച്.ഡി എന്നീ കോഴ്സുകളുടെ മേൽനോട്ടങ്ങളും IASEയിലുണ്ട്. പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടി നടത്തൽ, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് നടത്തൽ, ഡയറ്റ്, CTE അധ്യാപകർക്കുള്ള ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ സംഘടിപ്പിക്കൽ, അധ്യാപകർക്കും ടീച്ചർ എഡ്യൂക്കേറ്റർമാർക്കും വിഭവ പിന്തുണ നൽകൽ, വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തൽ, എം.ഫിൽ, പി.എച്ച്.ഡി കോഴ്സുകളുടെ മേൽനോട്ടം വഹിക്കൽ. പാഠ്യപദ്ധതി, ബോധനശാസ്ത്രം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ തുടങ്ങിയ മേഖലകളിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തൽ, പാഠ്യപദ്ധതിയും പഠന സാമഗ്രികളും വികസിപ്പിക്കൽ, വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും പരിശീലനം നടത്തൽ, വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലനത്തിന്റെ മൊഡ്യൂൾ വികസിപ്പിക്കൽ. CTE സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവനപൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് CTE. CTEയുടെ കീഴിലുള്ള മേഖലകൾ പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ കോഴ്സ് B.Ed, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് M.Ed, ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള സേവനകാല പരിശീലനം നൽകൽ, M.Phil, PhD കോഴ്സുകൾ. റവന്യൂ ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് ഡയറ്റ്. റവന്യൂ ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ സ്ഥാപനം ഡയറ്റ് ആണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ആയിരുന്നു അല്ലേ. അതിൻ്റെ ബാക്കി നോക്കാം. ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ്, അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്, നോട്ട് സ്പീക്കിംഗ് ഡയറക്ട്ലി അബൌട്ട് ദ ഇഷ്യൂ. അപ്പം വളച്ച് കെട്ടി സംസാരിക്കുന്നതിനെയാണ് ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഇനി ബൈറ്റ് യുവർ ടങ് ടു അവോയ്ഡ് ടോക്കിംഗ്. ഇനി ബ്ലൂ മൂൺ ആണെങ്കിൽ എ റയർ ഈവൻറ്റ് ഓഫ് ഒക്യുറൻസ്, അസുലഭ മുഹൂർത്തമാണ്. എ റയർ ഈവൻറ്റ് ഓർ ഒക്യുറൻസ് ആണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, എക്സോസ്റ്റ് വൺസ് ഫിസിക്കൽ or mental resource by overwork or over indulgence in some activity. അടുത്തത് burn one's fingers, get oneself into trouble. എന്താണ് ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ, കെണിയിൽ അകപ്പെടുക അല്ലേ. ബേൺസ് വൺസ് ഫിംഗേഴ്സ്. ഇനി കാൾ എ സ്പൈഡ് ആണ്. കാൾ എ സ്പൈഡ്. സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി. എന്താണ് സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി ആണ്, തുറന്ന് സംസാരിക്കുക. ഇനി കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആൻ അൺബിലീവബിൾ ടൈലാണ്. അടുത്തത് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ബി ഹൈലി സക്സസ്ഫുൾ ആണ്. കളേഴ്സ് എന്ന് പറയുമ്പോൾ കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് അല്ലേ. ബി ഹൈലി സക്സസ്ഫുൾ, വിജയശ്രീലാളിതനായിരിക്കുക. ഇനി ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ. എന്താണ് റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ അല്ലേ. ഇനി ഡാർക്ക് ഹോഴ്സ് എ ലിറ്റിൽ നൗൺ പേഴ്സൺ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കം സക്സസ്ഫുൾ. എന്താണ് എ ലിറ്റിൽ നൗൺ പേഴ്സൺ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കം എന്താണ് സക്സസ്ഫുൾ. ഇനി ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ കറേജ് ഷൗൺ വെൻ വൺ ഈസ് ഡ്രങ്ക്. ഈറ്റ് ഹംബിൾ പീ എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഹംബിൾ ആഫ്റ്റർ ആൻ ഇൽ ലക്ക്. ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മേക്ക് പ്രോഫിറ്റ് വെൻ അതർ ആർ ഇൻ ട്രബിൾ. ഫ്ലഷ് ആൻഡ് ബ്ലഡ്, സംവൺ ഹൂ ഈസ് റിലേറ്റഡ് ടു ബ്ലഡ് ഓർ ഇറ്റ് ക്യാൻ റെഫർ ടു സംവൺസ് ഫാമിലി. ഗെറ്റ് യുവർ വാക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ബി ഫയർഡ്, ടു ലോസ് വൺസ് ജോബ്. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ഗ്രീസിങ് ദ പാം എന്ന് പറഞ്ഞാൽ ബ്രൈബിംഗ് എന്നാണ്. ഹാങ് ടുഗദർ വർക്ക് ഇൻ യൂണിയൻ. ഹാറ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ 3 scores ഇൻ എനി സ്പോർട്ട്, 3 consecutive success. ഹെഡ് ഓവർ ഹീൽസ് വിത്ത് ഗ്രേറ്റ് ജോയ്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ വിത്ത് ഗ്രേറ്റ് ജോയ് ആണ്. ഹോൾഡ് യുവർ ഹോഴ്സസ് ബി പാഷ്യൻ്റ്. ഇൻ ഹൈ സ്പിരിറ്റ്സ് വെരി ഹാപ്പി. ടു കീപ് വൺസ് ഐസ്, ടു ബി എക്സ്ട്രീംലി വാച്ച്ഫുൾ. Keep body and soul together, money in order to live comfortably. Keep the wolf from the door. Avoid starvation. Kick the bucket day. Leave no stone unturned. എന്താണ് do everything one can. Lend an ear to listen passionately. Let sleeping dogs lie. Not to restart a dispute. Let the cat out of the bag to make something public. Like a chicken with its head cut off, to act madly, make both ends meet, struggle to live with the limited income. Mum's the word.
എന്താണ്? ക്ലോസ് വൺസ് മൗത്ത് ആൻഡ് അട്ടർ നോ വേർഡ്. ന്യൂ കിഡ് ഓൺ ദ ബ്ലോക്ക് എ ഫ്രഷർ. നിപ്പ് ഇൻ ദ ബഡ് ടു പ്രിവെൻറ്റ് സംതിങ് ഫ്രം ഡെവലപ്പിംഗ്. ഓൺ ഓഫ് ദ ഫെൻസ്. ഓൺ ഓഫ് ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് യെറ്റ് ടു ബി ഡിസൈഡഡ്. അടുത്തതായിട്ട് നമ്മൾ മലയാളത്തിലെ ശൈലികളുടെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. മലയാളത്തിലെ ശൈലികളിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാണ് ഇന്നത്തോട് കൂടിയിട്ട്. അപ്പോൾ നോക്കാം. പടയിലെ കുട എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്നാണ്. പടയിലെ കുട നിസ്സാര കാര്യം. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. 10ാം നമ്പർ വളരെ മോശമായത്. 10ാം നമ്പർ വളരെ മോശമായത്. 10ാം വകുപ്പ് കേട്ടുകേൾവി ഇല്ലാത്തത്. 10ാം വകുപ്പ് കേട്ടുകേൾവി ഇല്ലാത്തത്. പന്നിമൂക്കിൽ കുന്താണി ഇടുക. പന്നിമൂക്കിൽ കുന്താണി ഇടുക. നിഷ്ഫലമായ പ്രവൃത്തി. പുലിപ്പാല് വൈഷമ്യമുള്ള കാര്യം. പൂഞ്ചു വലിക്കുക, കൊതിച്ചിരിക്കുക. മറുകണ്ഠം ചാടുക, അഭിപ്രായം മാറ്റുക, ചേരി മാറുക. മനം പോലെ മംഗല്യം, ഉള്ളിലിരിപ്പ് പോലെ അനുഭവം. ഉമ്മാക്കി കാട്ടുക, വെറുതെ പേടിപ്പിക്കുക. അഷ്ടമത്തിൽ ശനി, വലിയ കഷ്ടകാലം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, സ്വീകരിക്കാനും ഉപേക്ഷിക്കുവാനും കഴിയാത്ത അവസ്ഥ. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ, സ്ഥലകാല ബോധമില്ലാതെ. കയ്യിൽ നിന്നും വീണാൽ എടുക്കാം, വായിൽ നിന്നും വീണാൽ എടുത്തുകൂടാ, സൂക്ഷിച്ചു സംസാരിക്കുക. തലമുടിയുള്ളവർക്ക് 2 പുറവും തിരിച്ചു കെട്ടാം, ഉള്ളവനെ എങ്ങനെയും ജീവിക്കാം. അരച്ചു തരുവാൻ പലരും ഉണ്ടാകും, കുടിക്കാൻ താനേ ഉണ്ടാകൂ. ആവേശം കൊള്ളിക്കാൻ പലരും ഉണ്ടാകും, അനുഭവിക്കാൻ ഒറ്റയ്ക്കേ കാണും. വിശപ്പിന് കറിയും വേണ്ട, ഉറക്കത്തിന് പായും വേണ്ട. ആവശ്യക്കാരന് ഔചിത്യമില്ല. ശകുനം നന്നായാൽ പുലരുവോളം കക്കരുത്. അവസരമുണ്ടെന്ന് കരുതി അതിബുദ്ധി കാട്ടരുത്. കരയടുക്കുമ്പോൾ തുഴയിട്ട് കളയല്ലേ. ലക്ഷ്യത്തോട് അടുക്കാറാകുമ്പോൾ അധിക ആത്മവിശ്വാസത്താൽ നാശം സംഭവിക്കുക. അണ്ണാറക്കണ്ണനും തന്നാലായത്. ആരെയും നിസ്സാരനായി കാണരുത്. കഴിയുന്ന വിധം പ്രവർത്തിക്കുക. താൻ ചത്തു മീൻ പിടിക്കരുത്. സ്വയം നശിച്ച് ലാഭമുണ്ടാക്കരുത്. സ്വയം നശിച്ചു ജീവിക്കരുത്. കാറ്റു നന്നെങ്കിൽ കല്ലും പറക്കും. ആഗ്രഹം ശക്തമെങ്കിൽ എന്തും നേടിയെടുക്കാം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സമ്പത്ത് ധാരാളം ഉണ്ടാകും. തീയിൽ കുരുത്തതു വെയിലത്ത് പാടില്ല. വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചാൽ ചെറിയ കാര്യങ്ങളിൽ തളർന്നു വീഴില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം. സാഹചര്യമനുസരിച്ച് പ്രവർത്തിക്കുക. ആലിൻകായ് പഴുക്കുമ്പോൾ കാക്കക്കു വാഴ്പുണ്ണ്. ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ സാഹചര്യം അനുകൂലമാവാതിരിക്കുക. വിനാശകാലെ വിപരീത ബുദ്ധി. അനിഷ്ടകാലത്ത് ബുദ്ധി വിപരീതമായി തീരുന്നു. കൂടെ കിടന്നവനെ രാപ്പനി അറിയും. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കൂടെയുള്ളവർക്കേ അറിയൂ. അതിമോഹം ചക്രം ചവിട്ടും. അത്യാഗ്രഹം ആപത്ത് വരുത്തിവെക്കും. ഇരിക്കും മുമ്പ് കാൽ നീട്ടല്. ഏതു കാര്യവും വേണ്ടത്ര ശ്രദ്ധയോടും ഒരുക്കത്തോടും ചെയ്യണം. അഴകുള്ള ചക്കയിൽ ചൂളയില്ല. പുറമോടി കണ്ട് ഭ്രമിക്കരുത്. ഏറെ വെളുത്താൽ പാണ്ട്, അധികമായാൽ എന്തും വിപരീത ഫലം ചെയ്യും. കുറുന്തോട്ടിക്കും വാദം. ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി. കാലപ്പഴക്കത്തിൽ ഏതു കാര്യത്തിനും ഊർജവും ഉത്സാഹവും കുറയും. അല്ലലുള്ളവർക്ക് ചുള്ളിയുള്ള കാടറിയും. അല്ലലുള്ള പുലിയെ ചുള്ളിയുള്ള കാടറിയൂ. ജീവിതക്ലേശം അറിഞ്ഞവൻ ബുദ്ധിമുട്ടിയും അതിന് പരിഹാരം കാണും. കടക്കൽ നനച്ചാലേ തലക്കൽ ചൊടിക്കൂ. ശരിയായ പ്രവർത്തിക്ക് ശരിയായ ഫലം ലഭിക്കൂ. കുഴിയാന മതിച്ചാൽ കൊലയാന ആകുമോ? ദുർബലൻ വീമ്പിളക്കിയാൽ ശക്തനാവില്ല. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല. ഉപദ്രവിച്ചാൽ ആരും പ്രതികരിക്കും. ചാട്ടത്തിൽ പിഴച്ച കുരങ്ങ് പോലെ വിദഗ്ധരായവർക്കും അബദ്ധം സംഭവിക്കാം. ചുമലിലിരുന്ന് ചെവി തിന്നരുത്. കൂടെ ചേർന്ന് ഉപദ്രവിക്കരുത്. കൂട്ടത്തിൽ നിന്നും ചതിക്കരുത്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം. സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. പല്ലിടുക്കിൽ കുത്തി മണക്കാൻ കൊടുക്കരുത്. സ്വന്തം കുറവുകൾ പറഞ്ഞു നടക്കരുത്. മുള്ളുപിടിക്കലും മുറുക്കനെ പിടിക്കണം. ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായി ചെയ്യുക. ആത്മാർത്ഥതയോടെ ചെയ്യുക. മല പോലെ വന്നത് എലി പോലെ പോയി. ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസാരമായി ഒഴിഞ്ഞു. സാഹചര്യമനുസരിച്ച് അർത്ഥം മാറാം. കാലത്തിനൊത്ത് കോലം കെട്ടണം. സാഹചര്യമനുസരിച്ച് ജീവിക്കണം. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഉപയോഗശൂന്യമായത് ഉപേക്ഷിക്കുക. മുടിയന്മാരായ മക്കളെ കരുതി പറഞ്ഞിരുന്ന ചൊല്ല്. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക. ചെറിയ ചെലവിൽ ചെയ്തു തീർക്കാനുള്ളത് ഒന്ന് വലിയ ചെലവിലേക്ക് മാറ്റുക. ഉത്തരിയിൽ കല്ലു കടിച്ച പോലെ ആരംഭത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ആടു കിടന്നിടത്ത് പൂട കാണും. പൂട പോലുമില്ല. തെളിവുണ്ട്, തെളിവില്ല. ഇല്ലത്തു നിന്നും പുറപ്പെടുകയും ചെയ്തു. അമ്മാത്തോട്ട് എത്തിയതുമില്ല. പൂർത്തീകരിക്കാത്ത പ്രവൃത്തി. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കരുത്. അവസരവാദി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ പിശുക്കൻ, ക്രൂരൻ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. കഴിവിനനുസരിച്ച് ജീവിക്കാവൂ. വരവെറിഞ്ഞ് ചെലവ് ചെയ്യാവൂ. താങ്ങാൻ ആളുണ്ടെങ്കിലേ ക്ഷീണമറിയൂ. സഹായിക്കാൻ ആരുമില്ലാത്തവൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ കാര്യമാക്കാറില്ല. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും. ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഏതു വഴിയും തിരിച്ചു ലഭിക്കും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും. ഏതു പ്രവൃത്തിക്കും ജയപരാജയങ്ങളുണ്ട്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അനുസരണയില്ലാത്തവൻ അനുഭവിച്ചാൽ അറിയും. കടലിൽ നിന്ന് മുക്കിയാലും കുടത്തിൽ കൊള്ളാവുന്നതേ കിട്ടൂ. എത്രയുണ്ടെങ്കിലും അർഹിച്ചതേ ലഭിക്കൂ. നിലനിൽക്കൂ. കണ്ണടച്ചിരുട്ടാക്കരുത്. അറിയില്ലെന്ന ഭാവം വേണ്ട. കഥയറിയാതെ ആട്ടം കാണുക. കാര്യമറിയാതെ ഇടപെടുക. കാര്യമറിയാതെ പ്രവർത്തിക്കുക. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? പുറമേ മോടി പിടിപ്പിക്കുന്നത്. കടമൊഴിഞ്ഞാൽ ഭയമൊഴിഞ്ഞു. ബാധ്യത തീർത്താൽ ജീവിതം സുഖകരം.
കട്ടപ്പാര വിഴുങ്ങിയിട്ട് ചുക്കും വെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ? അറിഞ്ഞുകൊണ്ട് പ്രശ്നം വരുത്തി വെച്ചിട്ട് പരിഹാരം കാണാനുള്ള ശ്രമം. കാന്താരി മുളകിനെന്തിനാ അധികം? കാഴ്ചയിലല്ല ഗുണത്തിലാണ് കാര്യം. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഗുണത്തിൽ വലിയവൻ. കായുള്ള മരത്തിൽ കല്ലെറിയോ? എന്തെങ്കിലും ചെയ്താലേ വിമർശനമുണ്ടാകും. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക, ആരംഭിക്കുക. കച്ചകെട്ടുക, തയ്യാറാകുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. പഞ്ചായത്ത് പറയുക, മധ്യസ്ഥം പറയുക. പട കണ്ട കുതിര, വിഭ്രമം കാണിക്കുന്നവൻ. 11-ാം മണിക്കൂർ, അവസാന സമയം. ഉള്ളം കൈ, നെല്ലിക്ക, അതിസ്പഷ്ടം. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീണു, ഉള്ളത് കൂടി നഷ്ടപ്പെട്ടു. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. കഴിവിന്മേൽ കയറുക, ആപത്തിൽ ചെന്നു ചാടുക. തൃണവൽക്കരിക്കുക, നിസാരമായി കരുതുക. ഗജനീന്മീലനം, കണ്ടാലും കണ്ടില്ലെന്ന നാട്യം. കാക്ക മലർന്നു പറക്കും, അസഭ്യവും അസംഭവ്യം. തങ്കലിപികളിൽ എഴുതുക, വിശേഷമായി രേഖപ്പെടുത്തുക. കുത്തിവെച്ച പാവ, ചൈതന്യമില്ലാത്തയാൾ. ചരട് മുറുക്കുക, വഴക്ക് ശക്തിപ്പെടുത്തുക. ചന്ദ്രഹാസം എടുക്കുക, ഷണ്ടക്കൊരുങ്ങുക. ചരട് പിടിക്കുക, നയിക്കുക. ചായം തേക്കുക, തൽക്കാല ക്ഷോഭയുണ്ടാകുക. ചൂണ്ടി കൊണ്ടുപോവുക, അപഹരിക്കുക. എലിപോലെ വിറയ്ക്കുക, അധികം ഭയപ്പെടുക. ഏകമയം, പരഭ്രമം, വ്യത്യസ്ത ഭാവമില്ലായ്മ. കീരിയും പാമ്പും പോലെ എന്നും ശത്രുതയിൽ ജീവിക്കുക. കുതിരയില്ലാത്ത നാട്ടിൽ കഴുത, മഹാന്മാരില്ലാത്തിടത്ത് അല്പന്മാർ പ്രമാണികളാകും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു ഓൾ.